മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പൊതുവ്യത്യാസത്തെ ബേസ് ചെയ്ത് പൊതുവ്യത്യാസത്തെ അല്ലെങ്കിൽ കോമൺ ഡിഫറൻസിനെ അടിസ്ഥാനമാക്കി ചെയ്യുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. സി, ഇൻ ഈച്ച് ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസസ് ബിലോ സം ഓഫ് ദി ടേംസ് ആർ നോട്ട് റിട്ടൺ ബട്ട് ആർ ഇൻഡിക്കേറ്റഡ് ബൈ സീറോ. ഇതേയുണ്ടോ, ചില ടേംസ് ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷേ അവരിങ്ങനെ 0 എന്ന് ഇട്ടിട്ടുണ്ട്. നമ്മളത് ഫില്ല് ചെയ്യണം. അതായത് ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല, അവയുടെ സ്ഥാനം 0 കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. നമ്മളോട് ഫൈൻഡ് ഔട്ട് ദീസ് നമ്പേഴ്സ്, അല്ലെങ്കിൽ ഈ സംഖ്യകൾ കണ്ടുപിടിക്കുക. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴേ നമുക്കറിയാം ഇത് 24 ഇത് 42. അപ്പം ഈ 24 42 തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പം നമുക്ക് 42 മൈനസ് 24 എടുക്കുമ്പോൾ 42 മൈനസ് 24 എത്രയാണ്? 42 മൈനസ് 24 എടുക്കുമ്പോൾ നമുക്ക് 18 കിട്ടും. അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് 24 42 തമ്മിലുള്ള ഡിഫറൻസ് പൊതുവ്യത്യാസം കാണണം. അപ്പോൾ 18 കിട്ടും. അപ്പം നമുക്ക് 42 18 കൂട്ടിയാൽ ഈ നമ്പർ കിട്ടും. അതായത് 42 പ്ലസ് 18 42 പ്ലസ് 18 എന്ന് പറയുമ്പം 60. അപ്പം ഈ നമ്പർ നമുക്ക് 60 കിട്ടും. ഇനി ഈ നമ്പർ കിട്ടാൻ വേണ്ടി വീണ്ടും 60 18 കൂട്ടിയാൽ മതി. അപ്പം നമുക്ക് 60 18 കൂട്ടിയാൽ 78 കിട്ടും. ഇനി ഇതുപോലെ ഈ സിസ്റ്റം ഇതൊന്ന് ചെയ്ത് നോക്കി. ഇവിടെയും സെയിം തന്നെയാണ്. ഇത് രണ്ടും അടുത്താണ് കിടക്കുന്നത്, 24 42. അവർ തമ്മിലുള്ള വ്യത്യാസം 18. 42 മൈനസ് 24 നമുക്ക് ഈ ഡിഫറൻസ് 18 കിട്ടും. അപ്പം അങ്ങനെ വരുമ്പം ഇത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 24 മൈനസ് 18 എടുത്താൽ മതി. 24 മൈനസ് 18 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 24 മൈനസ് 18 എടുത്താൽ 6 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 24 മൈനസ് 18 ഇവിടെ 6 കിട്ടും. ഇവിടെ നമുക്ക് 42 പ്ലസ് 18 കിട്ടും. അപ്പം ഇവിടെ നമുക്ക് 60 കിട്ടും. ഈസി ക്വസ്റ്റ്യൻ. ഇനി അതുപോലെ തന്നെ സി നമുക്കൊന്ന് നോക്കാം. ഇവിടെയും സെയിം ആണ്. അതായത് 24 42 അവർ തമ്മിൽ ഡിഫറൻസ് കാണണം. അപ്പം 42 മൈനസ് 24 18 വന്നു. അപ്പം അങ്ങനെ വരുമ്പം ഈ 24 മൈനസ് 18 ഇവിടെ കിട്ടും. 24 മൈനസ് 18 നമ്മൾ ഇവിടെ എഴുതണം. ഇവിടെ കിട്ടിയ നമ്പറിനോട് വീണ്ടും 18 കുറയ്ക്കുമ്പം ഈ നമ്പർ കിട്ടും. ഇനി ഇതൊന്ന് നോക്കി. 24 ഡാഷ് 42 ഡാഷ് ഇത് എങ്ങനെ ചെയ്യും? നമുക്ക് ഈ ഡാഷ് വരുന്നിടത്ത് കോമൺ ഡിഫറൻസ് ഡി എന്നങ്ങ് ഇട്ടാൽ പോരെ. അതായത് ഇവിടെ 24 വന്നാൽ ഇവിടെ 24 പ്ലസ് ഡി അല്ലേ. എല്ലായിടത്തും നമ്മൾ ഡി ആണ് കോമൺ ഡിഫറൻസ് അല്ലെ പൊതുവ്യത്യാസം ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് 24 0 42 0 എന്ന് കിടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. 24 8 അടുത്തത് 24 പ്ലസ് ഡി ആണ്. അല്ലെങ്കിൽ 24 കൂടി കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കൂട്ടും. ഇനി 24 പ്ലസ് ഡിയോട് കൂടി വീണ്ടും ഒരു ഡി കൂടെ കൂട്ടും. അപ്പം 24 പ്ലസ് 2D എന്ന് വരും. അങ്ങനെയാണ് ഈ ശ്രേണി പോകുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ശ്രേണി നമുക്ക് തന്നിരിക്കുന്നത് 24 പ്ലസ് ഡി 24 പ്ലസ് 2D അത് 42 കിടക്കുന്നത്. അപ്പം 24 പ്ലസ് 2Dയുടെ സ്ഥാനത്ത് 42 കിടക്കുന്നത്. അപ്പം നമുക്ക് 2D കണ്ടുപിടിക്കാം. 24 പ്ലസ് 2D എന്ന് പറയുന്നത് 42. അപ്പം 2D എന്ന് പറയുന്നത് 42 മൈനസ് 24 18 വരും. അപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസത്തെ നമുക്ക് 18/2 9 എന്ന് കിട്ടും. അങ്ങനെ വരുമ്പോൾ ഇത് 24 ഇവിടെ 24. രണ്ടാമത് 24 പ്ലസ് ഡി ആണ്. അപ്പം 24 പ്ലസ് 9 33 വന്നു. പിന്നെ 33 പ്ലസ് ഡി വരുമ്പോൾ 42 വന്നു. പിന്നെ 42 പ്ലസ് ഡി വരുമ്പോൾ 51 വരും. അപ്പം നമുക്ക് ഇതിനകത്ത് കാണേണ്ട ഏതൊക്കെയാണ്? ഇതിനകത്ത് കാണേണ്ടത് 24 പ്ലസ് 9 31 വരും.
31 പ്ലസ് 9, 24 പ്ലസ് 9 33. ഇവിടെ 33 വരും. ഇനി 33 പ്ലസ് 9 42 വരും. ഇവിടെ എന്ത് വരും? 42 പ്ലസ് 9 51 വരും. ഈസി ആയിട്ട് കാണാം. അപ്പം അതുപോലെ തന്നെ മക്കൾ ദേ ഇയും എഫും, അതായത് 0 ഇവിടെ ഡാഷ് 24 ഡാഷ് 42, ഇവിടെ 24 ഡാഷ് ഡാഷ് 42. മക്കൾ തനിച്ചൊന്ന് ഹോംവർക്കായിട്ട് ചെയ്യണം. ചെയ്തിട്ട് സാറിനെ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ജസ്റ്റ് സാറിനൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. മക്കൾ തനിച്ച് ചെയ്തിട്ട് എൻ്റെ ആൻസർ സാറിനൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിലേക്കും സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മക്കൾ മറക്കരുത്.